നടി നവ്യ നായർക്കും അച്ഛനുമെതിരെ ആരോപണമായി നടനും സ്റ്റേജ് ആർട്ടിസ്റ്റുമായ ആലപ്പി സുദർശനൻ. കുട്ടിക്കാലത്ത് മോണോ ആക്ട് പഠിപ്പിച്ച തന്നെയും നവ്യയും പിതാവും അവഗണിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തുവെന്നാണ് ആലപ്പി സുദർശനൻ പറഞ്ഞത്. ഒരു അഭിമുഖത്തിലാണ് അക്കാര്യം ഇദ്ദേഹം തുറന്നു പറഞ്ഞത്. നവ്യ നായർ 5ാം ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോഴാണ് ഞാൻ മോണോ ആക്ട് പഠിപ്പിച്ചത്. ധന്യ എന്നായിരുന്നു അന്ന് അവളുടെ പേര്. ധന്യയിൽ കഴിവുണ്ടെന്ന് ഡാൻസ് പഠിപ്പിച്ച ആൾ കണ്ടെത്തി. എന്നെ സാർ വിളിച്ചു. ഇങ്ങനൊരു കുട്ടിയുണ്ട്, അവളെ മോണോ ആക്ട് പഠിപ്പിക്കണം, പക്ഷേ ഫീസൊന്നും അവളുടെ കയ്യിലില്ല എന്ന് പറഞ്ഞു. എന്തെങ്കിലും തരൂ, പിന്നെ അവൾ രക്ഷപ്പെടുകയാണെങ്കിൽ ഇയാൾക്കും രക്ഷപ്പെടാം എന്ന് പറഞ്ഞു. ഈ കുട്ടിയെ ഞാൻ പഠിപ്പിച്ച ഐറ്റം കുന്തിയും കർണവുമാണ്. മത്സരത്തിൽ നവ്യയ്ക്കായിരുന്നു ഫസ്റ്റ്. പിന്നെയും നവ്യ വളർന്നു. ആദ്യ സിനിമ ഇഷ്ടത്തിന് ഷൂട്ടിങ്ങിന് പോകുമ്പോൾ എൻ്റെ അടുത്ത് വന്നു. അനുഗ്രഹം വാങ്ങിച്ച് സന്തോഷത്തോടെ പോയി. നന്ദനത്തിൻ്റെ ലൊക്കേഷനിൽ പോയി ഞാൻ അടുത്ത ഐറ്റം പഠിപ്പിച്ചു. അതിനാണ് സ്റ്റേജിൽ ഫസ്റ്റ് കിട്ടിയതും. എനിക്കൊരു വിഷമമുണ്ട് സാറേ, നവ്യയ്ക്ക് സ്റ്റേജിൽ ഫസ്റ്റ്. എനിക്കൊരു ജോഡി ഡ്രസ്സ് എടുത്തു തരണം എന്ന് ഞാൻ നവ്യയുടെ അച്ഛനോട് പറഞ്ഞു. വഴിയിൽ നിന്ന് 100 രൂപയ്ക്കും ഡ്രസ്സ് കിട്ടും. പക്ഷേ എന്നോട് പറഞ്ഞ വാക്ക് ഇന്നും എനിക്ക് വേദനയാണ്. എനിക്ക് ഭയങ്കര വിഷമമുണ്ടാക്കിയതാണ് സാറേ. പൈസ ഒന്നുമില്ലെന്ന് പറഞ്ഞത്. നന്ദനത്തിൻ്റെ ലൊക്കേഷനിൽ നിന്നാണ് നവ്യ വരുന്നത്. ലൊക്കേഷനിൽ ചെന്നാണ് ഞാൻ പഠിപ്പിക്കുന്നതും. അങ്ങനെ എനിക്കൊരു വേദന അല്ലെങ്കിൽ തികാത്ത അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ പറവൂരിൽ ഒരു ലോഡ്ജിൽ പേര് പറഞ്ഞു. അവിടെ വന്ന് പഠിപ്പിക്കാൻ ഞാൻ റിസപ്ഷനിൽ കാത്തിരുന്നു. ഏറെ നേരെയായിട്ടും വന്നില്ല. ഞാൻ കാത്തിരിക്കാമെന്ന് അറിയിച്ചു. സാറിന് റൂം കൊടുക്കാമെന്നോ അല്ലെങ്കിൽ കാത്തിരിക്കാനോ എന്ന് അവർ പറഞ്ഞില്ല. 7:30 നവ്യ നായർ വന്നോ എന്ന് ഞാൻ വീണ്ടും ചോദിച്ചു. അവർ നേരത്തെ വന്നല്ലോ എന്ന് മറുപടിയും. കാണണമെന്ന് പറഞ്ഞപ്പോൾ നവ്യയുടെ അച്ഛൻ കാത്തിരിക്കാൻ പറഞ്ഞു. ഞാൻ ഭക്ഷണം പോലും കഴിച്ചില്ല. 8:30 മണിയായപ്പോൾ ഞാൻ വീണ്ടും വിളിച്ചു. 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. 5 മിനിറ്റും 10 മിനിറ്റും 1 മണിക്കൂറും കഴിഞ്ഞു. ഒടുവിൽ റൂം കിട്ടി. അവളിപ്പോൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുകയാണ് സാറേ. കാത്തിരിക്കണമെന്ന് നവ്യയുടെ അച്ഛൻ പറഞ്ഞു. 10:30 മണിയായപ്പോൾ എന്നെ വിളിച്ചു. ചെന്നപ്പോൾ കാണുന്നത് അവരുടെ ഭക്ഷണത്തിൻ്റെ ടിഫിൻ ബോക്സുകളാണ്. അവരെല്ലാം കഴിച്ച് സെറ്റായി. എന്നാൽ സാർ എപ്പോൾ വന്ന് കഴിച്ചോ എന്നൊന്നും ചോദിച്ചില്ല. ഞാൻ ഒന്നും കഴിച്ചില്ല എന്നാണ് മറ്റൊരു സത്യം. അതെനിക്ക് ഭയങ്കര വിഷമമായി. പഠിപ്പിച്ച ശേഷം റൂമിൽ പോയി. ചായക്കടയോ ഹോട്ടലോ ഇല്ലാത്ത സ്ഥലം. അന്ന് ഞാൻ പട്ടിണി കിടന്നു. രാവിലെ ഞാൻ ഫ്രഷായി. 6 മണിക്ക് അവരുടെ ലൊക്കേഷനിൽ പോകണമല്ലോ. അങ്ങനെ നവ്യ പോയി. പിന്നെ നവ്യയുടെ അച്ഛൻ വണ്ടിക്കൂലിക്ക് ഒരു 500 രൂപ തന്നു. മത്സരത്തിൽ നവ്യയ്ക്ക് ഫസ്റ്റും.